മറ്റേ ക്ഷേത്രം പണിയുന്ന ആള് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ദേവിയുടെ കാൽപാദങ്ങൾ മാത്രം കണ്ടു. കാൽപാദങ്ങൾ മാത്രം കാണാൻ. രേണുവിന്റെ കാലിനോടാണോ അയാൾക്ക് പ്രേമം? അതെ, തീർച്ചയായിട്ടും വളരെയധികം പ്രേമമാണ്. അയ്യോ, രേണുവിന്റെ കാലിനോട് പ്രണയം ഒരുത്തന്. ദേവിയാണെന്ന് പോലും. ദേവി ആരാടാ അപ്പ ഇത്ര ഗതികെട്ടവൻ? എടാ എടാ എടാ, നീ ഏതവനാടാ ഇത്ര ഗതികെട്ടവനെ? നിനക്ക് വേറെ ആരുടെയും കാലൊന്നും കണ്ടില്ലയോ? രേണുവിന്റെ കാലിനോട് എന്താ പറയുക, പ്രണയം പോലും, പ്രേമം. അവൻ സബ്സ്ക്രിപ്ഷനിൽ ഉണ്ട് താനും. അവൻ പറയുന്നുണ്ട് എപ്പോഴും കോണ്ടാക്റ്റിലുണ്ടെന്ന് പോലും. കോണ്ടാക്റ്റിൽ ആർക്കാണ് ഇത്ര അറിയില്ല കേട്ടോ. ചിലപ്പോ ഈ ഇപ്പോഴും ഈ ദാരിദ്ര്യം കൊണ്ട് നടക്കുന്നവന്മാർ കുറെ എണ്ണം ഉണ്ടല്ലോ, അവരായിരിക്കാം. എന്തായാലും കൊള്ളാം. പിന്നെ ചേച്ചി ഇപ്പം അവിടെ നിന്ന് നമ്മുടെ റാസൽ കൈമയുടെ ആ വലിയ വീട്ടിൽ നിന്നും ചെമ്പരത്തിപ്പൂ തലയിൽ വെച്ചുകൊണ്ട് ഹോട്ടലിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മീഡിയക്കാരങ്ങ് വളയുകയായിരുന്നു. കാരണം എന്താണ്, ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട് വന്ന കുറെ മീഡിയക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന ചോദ്യങ്ങൾ മൊത്തം ഈ കിച്ചുവുമായി ബന്ധപ്പെട്ടതും പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ അകത്ത് മൊത്തം ഈ പുള്ളിക്കാരി എന്താണ് ചെയ്തതെന്ന് അറിയാമോ? പുള്ളിക്കാരി നല്ല അമ്മയാകാനായിട്ട് ശ്രമിച്ചു. ഇത് ആരുടെ കയ്യിൽ നിന്നോ ട്രെയിനിങ് കിട്ടിയിട്ട് വന്നതാണ് ഈ പുള്ളിക്കാരി. വന്നിട്ട് കൃത്യമായിട്ടും ഈ കിച്ചുവിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നതാണ് ഈ പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. കാരണം കിച്ചുവിനെ കുറിച്ച് ഒരു കുറ്റവും പറയാതെ കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണ് എന്ന് സ്വയം ജനങ്ങളിലേക്ക് എത്തിക്കുകയും പിന്നെ കമന്റ് ബോക്സിലെല്ലാം കിച്ചുവിനെതിരായിട്ടുള്ള കമന്റുകൾ വരുത്തുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പ് പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ചാവാൻ പോവുകയാണെന്നൊക്കെ? ഇപ്പൊ ഇവർ പറയുകയാണ് ഞാൻ ചാവുന്നില്ല, ഞാൻ സബ്സ്ക്രിപ്ഷനുമായിട്ട് മുന്നോട്ട് പോകും എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ രേണുവിന്റെ കള്ളത്തരങ്ങൾ നമുക്കൊന്ന് പൊളിച്ചു കൊടുക്കണ്ടേ? അപ്പം പിന്നെ പോകാം. ഈ സാധനം, ഈ ചെറിയ സാധനം ഇവിടെ പുറകെയാണല്ലോ ഈ മീഡിയ. എന്റെ ചേച്ചി പിന്നെ ഈ ചെറിയ സാധനം തന്നെ അല്ലയോ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത്? എന്നിട്ട് ഈ ചെറിയ സാധനത്തിന്റെ കൂടി ഈ മീഡിയക്കാര് എന്താണ് ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അയ്യോ അയ്യോ ഓ ഓക്കെ. ബാക്കി മാസാണോന്ന് ചോദിച്ചാ അത് മാസാണ്. ലാലേട്ടൻ ഗ്ലാസ് വെച്ചാൽ മാസാണ്, രേണു ഗ്ലാസ് വെച്ചാൽ മാസും പീസുമാണെന്ന്. പീസ്, ഇത് വലിയൊരു പീസാണ്. ഈ പീസ് വെള്ളത്തിൽ പോകാതിരുന്നാൽ മതി. എന്തോ വലിയ പീസാണെന്ന് അറിയത്തില്ല. എന്തായാലും സബ്സ്ക്രിപ്ഷൻ പീസാണെന്ന് മനസ്സിലായി. ഓക്കെ, ബാക്കി തള്ളല് പോരട്ടെ. ഇവിടെ ഇവളുടെ കള്ളച്ചിരി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ മീഡിയക്കാരൻ ചോദിക്കുന്നു, കിച്ചു ലഹരി ഉപയോഗിക്കുന്നത് രേണുവിന് അറിയാമായിരുന്നോ? അത് അവൻ പറഞ്ഞപ്പോഴാണോ മനസ്സിലായത് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവിടെ ഒരു കള്ളച്ചിരി. എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന രീതിയിൽ പുള്ളിക്കാരി പറയുന്നു. എന്നാൽ അതല്ല. ഓക്കെ, അതല്ല. ഈ രേണുവിന് അറിയാമായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരി ബാക്കിയോടൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, പറയട്ടെ. സ്വന്തം മക്കള് എന്ത് ചെയ്താലും ചെയ്തില്ലെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നു. എന്തെങ്കിലും തോന്നുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും എന്താ നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കത്തുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ ചിന്തിക്കട്ടെ. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അതാണ് നേരിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്? ഇല്ല. എന്നാ തള്ള രേഷ്മ പി തങ്കച്ചൻ തള്ളുന്നത്? ഈ പറയുന്ന രേഷ്മയുടെ അമ്മ പോലും തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുവോ? ഇല്ല. രേഷ്മ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കത്ത് പോലും ഇല്ല. എന്ന് പറഞ്ഞ പോലെ രേഷ്മ ഈ കിച്ചുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നാ പറയണേ. എങ്കിൽ ഈ രേഷ്മ തന്നെ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് കിച്ചു ലഹരി ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചു ഇവളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ഇവള് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ കുടുംബം മൊത്തം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം നല്ല പിള്ള ചവഞ്ഞ് പറയുകയാണ് എനിക്ക് അറിയത്തു പോലും ഇല്ലായിരുന്നു എന്ന്. ഇവിടെയാണ് ഇവളുടെ ഡ്രാമ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിച്ചുവിനെ ഇവള് ഈ മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവനെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്തതാണ്. അതായത് ഇവള് നല്ലൊരു അമ്മയും
ഈ പറയുന്ന കിച്ചു ഒരു മോശപ്പെട്ട ഒരു മകനുമായി മാറി. കിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും കിച്ചുവിനെതിരെ ഒന്നും പറയാത്ത നല്ല അമ്മ, നല്ല അമ്മ എന്ന രീതിയിലുള്ള ലേബൽ അവള് ആക്കിയെടുത്തു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ പറഞ്ഞ ഇവൾ തന്നെ ഈ കാര്യം വന്ന് ഇനി സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറയും. അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഇവള് തന്നെ വന്ന് പറയും, നോക്കിക്കോ ഇവൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു, ഇവൻ എന്നെ ഭിത്തിയെ കയറ്റി അടിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവള് വന്ന് പറയും. ഇവള് ഒന്നും അറിയാത്ത നല്ല പിള്ള പോലെ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഞാൻ അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയെന്ന്. അല്ല, ഇവള് എല്ലാവരോടും പറഞ്ഞു നടന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു. ഓക്കെ, ബാക്കി. കിച്ചുവിന് അവിടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് കൊല്ലത്തെ വീട്ടിലേക്ക് പോയതെന്ന് പറയുന്നത്. എന്താണ് കംഫർട്ടബിൾ ആയത്? എനിക്കറിയില്ല, അത് കിച്ചുവിനല്ലേ ചേട്ടാ അറിയില്ല. എനിക്കറിയില്ല എന്താണ് അത്രയും നാളും കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പെണ്ണ് അതും പറഞ്ഞില്ലേ, അവന് 22 വയസ്സുള്ള യുവാവല്ലേ, അവന് ഇഷ്ടം ചെയ്തിട്ട് അവൻ്റെ ഇഷ്ടം പറയട്ടെ. ഇത്രയും നാളും കിച്ചുവിന് കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ഇവള് പറയുന്നു. എത്രയും നാളാണ്? കിച്ചു ഇപ്പൊ പോലും അവിടെ വന്ന് നിൽക്കുന്നില്ല. നിൽക്കാത്തതിന്റെ കാരണം എന്താണ്? അവൻ അവിടെ കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ്. അത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവന് കൊടുത്ത ഒരു വീടാണ്, അവന് ബിഷപ്പ് കൊടുത്ത സ്ഥലമാണ്. അവിടെ അവന് വന്ന് നിൽക്കാൻ പറ്റാത്തത് അവൻ അവിടെ കംഫർട്ടബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിനെ പിന്നെ വലിയ രീതിയിൽ അങ്ങ് മെഴുക്കി എന്താ പറയുക, നല്ലവളാക്കണ്ട കേട്ടോ. അത് ഇപ്പൊ കിച്ചു നിൽക്കുന്നത് കിച്ചുവിന്റെ പിന്നെ അച്ഛമ്മയുടെ അടുത്ത് തന്നെയാണ്. അവിടാണ് അവന് ഏറ്റവും കൂടുതൽ സേഫും അവിടെ കംഫർട്ടബിളും ഉള്ളത്. അല്ലാതെ ഈ മേഡത്തിന്റെ അടുത്തല്ല. ഓക്കെ, മേഡം തള്ളുമ്പോൾ കുറച്ചൊക്കെ ഡീസെന്റ് ആയിട്ട് തള്ളു. ഈ തള്ളി 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 പ്ലെയിൻ വരെ തള്ളി താഴെ ഇടരുത്. ഓക്കെ, ബാക്കി. 22 വയസ്സുള്ള യുവാവല്ലേ, അവന് ഇഷ്ടം ചെയ്തിട്ട് അവൻ്റെ ഇഷ്ടം പറയട്ടെ. അവന് സമ്പാദിക്കാറായി, അവന് പ്രമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോട്ടെ. അവൻ നശിച്ചു പോകാതെ നല്ല രീതിയിൽ പോട്ടെ. കുഞ്ഞിലെ രേണു വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പഠിക്കാത്തവർ അങ്ങനെ എന്തെങ്കിലും? സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേന് 5-8 ദിവസം കഴിഞ്ഞിട്ടാണ് സുചേട്ടൻ വരാറ്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോകണം, സുചേട്ടായ ഷൂട്ടിന് കൊണ്ടുപോകരുത്, സ്കൂളിൽ വിടണം എന്ന്. അന്ന് കൊച്ചല്ലേ, അപ്പം അങ്ങനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്താ വഴക്ക് പറഞ്ഞാൽ, വിദ്യാഭ്യാസം ഒരു മക്കളെപ്പോഴും വിദ്യാഭ്യാസം കൊടുക്കാനല്ല എല്ലാ പേരൻസും പറയുന്നത്. അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കിച്ചനോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, അങ്ങനെ ഒരു പോയിന്റ് എന്തോ പറഞ്ഞായിരുന്നു. ഓ, എന്ത് ആത്മാർത്ഥതയുള്ള ഒരു അമ്മയാണ്. കിച്ചുവിനെ പിന്നെ കൊണ്ടുപോകണ്ട, കാരണം അവന് സ്കൂളിൽ പോകണം. അവന്റെ പഠിത്തത്തിൽ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു അമ്മ വേറെ ഉണ്ടാകില്ല. എന്തൊരമ്മയാ. കിച്ചു ഈ കൊല്ലം സുധിയുടെ കൂടെ പോകുമ്പോൾ മാത്രമാണ് അവനൊരു ആശ്വാസമുള്ളത്. അവൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധയോട് കേൾക്കുന്നത് കൊല്ലം സുധി മാത്രമേ ഉള്ളായിരുന്നു. അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു. അവന് സങ്കടങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറയാമായിരുന്നു. അതുകൊണ്ടാണ് അവൻ എപ്പോഴും അവന്റെ അച്ഛന്റെ കൂടെ പോകാനായിട്ട് അവൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ അത് തടയുകയാണ് ഈ പറയുന്ന രേണു ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ പോയാലും അവനെ കൂട്ടരുത് എന്നുള്ള രീതിയിലേക്ക് ഈ രേണു മാറിയിരുന്നു. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നല്ല തള്ളുന്നത്. ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാ, അവന് എന്താ പറയുക, ഈ ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും പോകണ്ട, കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വേണ്ടി അവനെ ഞാൻ ശാസിച്ചതാണ്. അത് ഞാൻ സുധിച്ചേട്ടനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കിച്ചുനോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുകയാണ്. എന്തായാലും കിച്ചു താമസിക്കാതെ ബാക്കി പെർസെൻറ്റേജ്, അതായത് 20 പറഞ്ഞിട്ടുള്ളൂ, 20% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയും കൊണ്ട് അവൻ വരും താമസിക്കാതെ. ഓക്കെ, അന്നേരം ഇതൊക്കെ കാണണേ. സുചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, അങ്ങനെ ഒരു പോയിന്റ് എന്തോ പറഞ്ഞായിരുന്നു. സുചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, സ്കൂളിൽ വിടണം എന്ന് ഞാൻ പറഞ്ഞു. അത് ഇത്ര തെറ്റാന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ തല്ലിയിട്ടില്ല, ഋതപ്പനെയും തല്ലിയിട്ടില്ല, ഞാൻ ആരെയും തല്ലിയിട്ടില്ല. അല്ലാത്തത് ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുകയാണ്. അതായത് കിച്ചുവിനെയും തല്ലിയിട്ടില്ല, ഋതപ്പനെയും തല്ലിയിട്ടില്ല എന്നാ പറയണേ. നീ നല്ല രീതിയിൽ സ്നേഹിച്ചാലല്ലേ നിനക്ക് അതിനുള്ള അധികാരമുള്ളൂ. നീ അത് ചെയ്തിട്ടില്ല. പിന്നെ നീ ഇപ്പൊ വന്നിട്ട് വലിയ വാചകം അടിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ തല്ലിയിട്ടില്ല. നീ അന്ന് ഒരു ദിവസം അവനെതിരെ ഇത് പറയാൻ പോയപ്പോഴല്ലയോ, അടിക്കാനൊക്കെ ചെന്നപ്പോഴല്ലേ അവനെടുത്ത് ഭിത്തിയെ കയറ്റിയത് അല്ലയോ? അത് നീ എന്തായാലും പറയും. നീ ഇപ്പം പറഞ്ഞല്ലോ അവന് ഉപയോഗിക്കുന്നൊന്നും അറിയത്തില്ല, ഞാൻ ഞാനിപ്പോ ഞെട്ടിമാമാന്ന്. നീ അത് തുറന്ന് പറയുമ്പോഴാണ് ഇരിക്കുന്നത് നിനക്ക്. അത് നോക്കാം നമുക്ക്, നീ പറയുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഞാൻ തല്ലിയിട്ടില്ല. അതാണ് വിമർശനങ്ങൾ ഒന്നും പറയുന്നത്. കാര്യം ഷൂട്ട് സമയത്ത് കിച്ചുവിന് ഇഷ്ടം ഉണ്ടായിട്ട് പോലും കിച്ചുവിനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി എന്നൊക്കെ പറയുന്നത്. ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയെന്നല്ല പറഞ്ഞ, വിട്ടില്ലെന്ന, പോകുന്നതിന് വഴക്ക് പിടിച്ചെന്നാ പറഞ്ഞ സുധിച്ചേട്ടനോട്. ഞാൻ പറഞ്ഞ സ്കൂളിൽ പോകുന്ന പിള്ളേർ സ്കൂളിൽ പോകണ്ടേ, അതിന് സുധിച്ചേട്ടനുമായിട്ട് ഞാൻ വഴക്ക് പിടിച്ചിട്ടുണ്ടായിരിക്കും. അമ്മയല്ലേ. ഇതിനെല്ലാം ഒരു കൺക്ലൂഷൻ പ്രേക്ഷകർക്കൊന്ന് കൊടുക്കാവും. എന്താ പറയുന്നത്? അല്ല, മൊത്തത്തിൽ ഇപ്പോൾ ഒരു വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ എതിരെ തീരുന്നു, കുറെ ബ്ലോഗേഴ്സ് കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്നെ അവിടെ നേരിട്ട് ആര് കണ്ടാലും എന്നെ പറ്റി ഒരു നെഗറ്റീവ് ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കാരണം അയ്യോ, അവിടെയൊക്കെ വരുന്നവർ
ദൈവമേ ഈ കൊച്ചിനെയാണോ ഈ കിടന്ന് ഈ സോഷ്യൽ മീഡിയ ആൾക്കാരും അല്ലേ ഈ കിടന്ന് തെറി വിളിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സംസാര രീതിയാണ് എന്താണെന്ന് എനിക്ക് അത് ആരാണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരിയെ നേരിട്ട് കാണുമ്പോൾ ഈ ചെറിയ കൊച്ചിനെയാണോ എല്ലാവരും തെറി വിളിക്കുന്നത് എന്ന രീതി പറയുമെന്നാ പറയണേ. പക്ഷെ ഇതിന്റെ കയ്യിലിരിപ്പ് ആരും മനസ്സിലാക്കുന്നില്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും പുള്ളിക്കാരിയെ നേരിൽ കാണുന്നവർ പറയും, അയ്യോ ഈ ചെറിയ കൊച്ചിനെയാണോ എല്ലാവരും സോഷ്യൽ മീഡിയ വഴക്ക് പറയുന്നത്, അയ്യോ ഈ കൊച്ചിനെയാണോ, അല്ലോ ഈ കൊച്ചിനെയാണോ എന്ന രീതിയിൽ. ചുമ്മാ തള്ളലാണേലും കേൾക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞു. എൻ്റെ സംസാര രീതിയാണ് എന്താണെന്ന് എനിക്കറിയാം. എന്തായാലും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇപ്പം എന്താ പറയുക, എനിക്ക് മരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതുപോലെ എൻ്റെ അതെന്തേ നിനക്ക് മരിച്ചാൽ? നീ അല്ലേ പറഞ്ഞത് ഞാൻ അങ്ങ് മരിക്കാൻ പോവാണ്, ഞാൻ ഇപ്പൊ തീരും എന്ന് പറഞ്ഞത്? എന്തേ ഇപ്പൊ എന്തുകൊണ്ട് പറ്റത്തില്ല? പറയുമ്പോൾ ചുമ്മാ വന്നിരുന്ന് പറയരുത്. ചുമ്മാ ഇരുന്ന് പറയരുത്. ഞാൻ അങ്ങനെ നീ മരിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ നിന്റെ പറച്ചിൽ അന്നത്തെ എന്തുവായിരുന്നു? നീ കരഞ്ഞുകൊണ്ട് വന്നിട്ട് കിച്ചുവിന് അവന് സ്വാതന്ത്ര്യമുണ്ട് എല്ലാം പറയാനെന്ന് പറയുന്ന നീ കിച്ചു വന്നൊന്ന് പറഞ്ഞപ്പോഴത്തേര് നീ ഉടനെ വന്നിരുന്നു കരഞ്ഞുകൊണ്ട് നീ പറഞ്ഞില്ലയോ ഞാൻ ഇപ്പൊ ചാവൂന്ന് അല്ലേ? എന്നിട്ടിപ്പോ പറയാണ് എനിക്ക് ചാവാൻ മനസ്സൊന്നുമില്ല. ഇപ്പൊ നമ്മളതാണ്ട് പറഞ്ഞ പോലെ നമ്മളും എല്ലാം പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, എല്ലാം പറഞ്ഞത് നീ തന്നെയല്ലേ. എന്നിട്ട് അയ്യോ ഇതുപോലൊരു സാധനത്തിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആൽബങ്ങളും എൻ്റെ സിനിമയാണെങ്കിലും എൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളുമായിട്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ പോകും. ഞാൻ ആരെയും തള്ളി പറഞ്ഞിട്ടില്ല. ഇന്നീ നിമിഷം വരെ ഒരു മനുഷ്യനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ആരെയും കളയാനോ തള്ളി പറയാനോ പറ്റില്ല. എന്തോ എങ്ങനെ ഞാൻ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. പാൽക്കുപ്പി മേടിച്ച് കൊടുക്കണം ഇതിന്. 1 ലിറ്റർ പാലെല്ലാം മേടിച്ചിട്ട് പാൽക്കുപ്പിക്കകത്തിട്ട് ഒഴിച്ചു തരണം. അതാ വേണ്ടത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അല്ലയോ? ബിഷപ്പിനെ കുറ്റപ്പെടുത്തിയതോ, ഫിറോസിനെ കുറ്റപ്പെടുത്തിയതോ, താജിനെ കുറ്റപ്പെടുത്തിയതോ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. മറുനാടനെ കുറ്റപ്പെടുത്തിയതോ? ഇതൊന്നും കുറ്റപ്പെടുത്തലല്ലായിരുന്നോ? ഇതിനൊക്കെ പറയുന്ന വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇതൊന്ന് പറഞ്ഞു തരണേ, വേറെ പേരുണ്ടെങ്കിൽ. ഒയ്യോ കൊള്ളാം. ബാക്കി ഒരുപാട് നല്ല അവർക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഒരുപാട് വലിയൊരു താങ്ക്സ് ആണ്. കാരണം എന്നെ ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ, അത് ഭയങ്കര. ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ മുഖങ്ങൾ? എൻ്റെ വീട്ടുകാര്, കരീഷ്മ, അതുപോലെ എനിക്ക് നല്ല ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോസിറ്റീവ് പറയുന്നുണ്ട്, മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും. ശ്രീലക്ഷ്മി എന്റെ ഫ്രണ്ട് തന്നെയാണ് നേരത്തെ തൊട്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ബിഗ് ബോസിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മാനസികമായിട്ട് പ്രശ്നമായിട്ട് ഒരു ആൽബത്തിൽ വെച്ച് അവളെ കണ്ടിട്ട് ഞാനാണ് എൻ്റെ ഭാഗത്തുനിന്നാണ് ഞാൻ മൈൻഡ് ചെയ്തില്ല. വേറൊന്നുമല്ല, ഞാൻ വേറെന്തോ ചിന്തയിലായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ ഹേർട്ട് ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും അവളങ്ങ് നെഗറ്റീവ്. ഇപ്പം എന്തായാലും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ അവള് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ജാസി, അവരുടെ വീട്ടുകാര്, ശ്രീലക്ഷ്മി, അങ്ങനെ തുടങ്ങി കുറച്ച് പേരാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് വേണ്ടി കേസ് വരെ വാങ്ങിച്ചിരിക്കുന്ന സജീന എന്ത് ചെയ്യേ? സജീനയുടെ പേരില്ല. ശ്രീതുവിന്റെ പേരെന്ത് ചെയ്യേ? ശ്രീതുവിന്റെ പേരും ഇല്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇവളെ പൊക്കിക്കൊണ്ടിരുന്നോണ്ട് വീഡിയോ ഇടുന്നത്? നിങ്ങളെ കുറിച്ച് ഇവൾ ഒരു വാക്ക് എവിടെയും പറയുന്നില്ല. കരീഷ്മയെ കുറിച്ച് ഈ പറയുന്ന ജാസി, ശ്രീലക്ഷ്മി അവരൊക്കെ ഇപ്പൊ വന്ന് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളെ കുറിച്ച് ഒരു വാക്ക് പോലും ഈ പറയുന്ന രേണു പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വെറും കറിവേപ്പിലയാണ്. നിങ്ങൾ ഈ രേണുവിന് വേണ്ടി കേസ് വാങ്ങിച്ചു കൂട്ടിയതല്ലാതെ നിങ്ങളെ ഒരു പ്രയോജനത്തിനും അവൾ കൂട്ടത്തില്ല. അതാണോ? നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല, അത്രേ ഉള്ളൂ. അടുത്ത സുഹൃത്തായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം ഞാൻ ആക്സിഡന്റ് ആയപ്പോഴത്തേന് എന്റെ സ്റ്റാറ്റസ് കണ്ട് ഓടി വന്നതാണ്. പിന്നെ എന്താ പെട്ടെന്ന് അത്രയും അടുത്ത സുഹൃത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ആൽബത്തിന് വന്നപ്പോൾ അവൾക്ക് ഞാൻ വേറെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി. അതായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ അതാ പറഞ്ഞത്, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഓടി വന്നു. അപ്പൊ പഴയ പോലെ സുഹൃത്തുക്കളായി. അതുപോലെ തന്നെ മാസം ഇനോഗ്രേഷൻ ദുബായിലോട്ടൊക്കെ പോകുന്നുണ്ട്. അത് എന്തിനാണ് ഇനോഗ്രേഷന് പോകുന്നു? എന്നാ പിന്നെ ഈ ഇവിടെ എയർപോർട്ടിനകത്തിരിക്കുന്നവരൊക്കെ എന്നാ ബുദ്ധിയുള്ളവരല്ലേ? അവർ വെറുതെ എന്നെ കടത്തി വിടുവോ? ഈ പെട്ടിയും പ്രമാണവും എല്ലാം സ്കാൻ ചെയ്തിട്ടല്ലേ കയറ്റിവിടുന്നത്? തീർത്താത്ത പറയട്ടെ, പറയുന്ന തീർത്താത്ത പറഞ്ഞോണ്ടിരിക്കട്ടെ, പറയുന്നവര് പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇവിടെ രേണു സുധി കിച്ചുവിനെ സൈബർ അറ്റാക്കിനായിട്ട് ഇട്ടുകൊടുത്തതാണ്. കാരണം ഈ രേണുവിന് വരുന്ന ഓരോ കമന്റ്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ് അനുസരിച്ച് കിച്ചുവിനെതിരായിട്ടാണ് എല്ലാ കമന്റും വരുന്നത്. അത് വരാനുള്ള കാരണം നന്മ മരമായിട്ടുള്ള അമ്മ എന്ന ഒരു ലേബലാണ് ഇപ്പോൾ രേണുവിനുള്ളത്. കിച്ചുവിനെ എന്താ പറയാ, നന്ദിയില്ലാത്ത ഒരു മകനായിട്ടും സോഷ്യൽ മീഡിയ കണ്ടിരിക്കുകയാണ്. അപ്പം ഈ പുള്ളിക്കാരി ഇന്നൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം, നിങ്ങളതൊന്ന് കേൾക്കണം.
ചെറിയ പ്രായത്തിൽ തന്നെ അവൾ പ്രസവിക്കാതെ അമ്മയായി. കേട്ടല്ലോ. ഭർത്താവിന്റെ മരണശേഷവും അവൾ തൻ്റെ മക്കളെ വേർതിരിവില്ലാതെ നോക്കി. മനസ്സിലായല്ലോ. അടുത്ത, ഒരു കുടുംബം നോക്കാൻ അവൾ പല അവഗണനയും സഹിച്ചു. ഒടുവിൽ സ്വന്തമെന്ന് കരുതിയ മകൻ എതിർത്ത് പറഞ്ഞപ്പോഴും അത് തൻ്റെ മകന്റെ വികൃതി എന്ന് കണ്ട് അവൾ ക്ഷമിച്ചു. എന്ത് ത്യാഗം ചെയ്യുന്ന ഒരു അമ്മ. അടുത്തത്, അതെ, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ഒരമ്മ എന്ന നിലയിൽ അവൾ പരിപൂർണയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കിച്ചുവിനെ മോശക്കാരനാക്കുക, ഇവൾ നല്ല അമ്മയാകുക എന്നതാണ് ഇവിടെ ലക്ഷ്യം. എന്നാൽ കിച്ചു വന്നിട്ട് ബാക്കി ഉള്ള കഥയുടെ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. ഇല്ല എങ്കിൽ കിച്ചു മോശക്കാരനും ഇവൾ നല്ലവളുമായി മാറുകയാണ്. ഇവള് പറയുന്നത് കിച്ചു ലഹരി ഉപയോഗിക്കുമെന്ന് ഇവർക്ക് അറിയത്ത് പോലും ഇല്ലെന്നൊക്കെയാണ് ഇവള് വന്ന് പറയുന്നത്. എന്നാൽ ഇവർക്ക് അറിയാമായിരുന്നു. ഇവൾ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരൊക്കെ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവള് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് കിച്ചുവിന് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇവള് ഈ കിച്ചുവിനാണെങ്കിൽ മറ്റേ നമ്മുടെ മായയുടെ ആൾക്കാരും അതോടൊപ്പം തന്നെ 24-ന്റെ ആൾക്കാരും ഒക്കെ വന്ന് പൈസ കൊടുക്കത്തില്ലേ? നമ്മളിപ്പം അനാഥരായിട്ടുള്ള മക്കൾക്ക് പൈസ കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാൻ ചെന്നപ്പോൾ ഇവള് പറഞ്ഞിട്ടുണ്ട് കൊടുക്കരുതെന്ന്. ഇവൻ ഇതൊക്കെ ഉപയോഗിക്കും, കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവള്. എന്നിട്ട് ഇവളിപ്പോ നല്ല അമ്മ ചമയുകയാണ്, നല്ല അമ്മ. എന്തായാലും കിച്ചു വന്ന് ബാക്കിയോടെ പറയുമ്പോൾ ഇവള് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ പറയും. ഇവളിപ്പോ ഈ പറഞ്ഞത് പിന്നെ മാറ്റി പറയുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കണ്ടറിയണം. എന്റെ പൊന്നു പ്രേക്ഷകരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റാൻ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും